നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റായിട്ട് തുടങ്ങുന്നുണ്ടാവും. ചെക്ക് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീതിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് ആയിട്ട് നെയിം പറയുക. ദ എംപറർ എനർജിയാണ് ഫസ്റ്റിലെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ 2 of Wands കിട്ടിയിട്ടുണ്ട്. ദെൻ കിങ് ഓഫ് സോർഡ്സ്. ഓക്കെ, Magician, Eight of Wands, Knight of Wands, Six of Wands. അയ്യോ, എന്താണ്? 6 of Swords. Bottom of the Temperance. Okay. നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾ നല്ല രീതിക്ക് സ്റ്റബോൺ ആയിട്ടുള്ളൊരു എനർജിയിലാണ്, വളരെ കൺട്രോളിങ് ആയിട്ടുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിങ്ങിനെ കണ്ടോ? ആ കിങ്ങിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കിങ്ങിൻ്റെ മൈൻഡിൽ എന്താണെന്നുള്ളത്. ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളത്. കാരണം കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി ഭയങ്കരമായിട്ടും, അത് മാത്രമല്ല സെയിം എനർജി തന്നെയാണ് എംപററിൻ്റെ എനർജി. കൺട്രോളിങ് ആയിട്ടുള്ള ഒരു എനർജി, ദേഷ്യത്തിലും വാശിയിലും ഇരിക്കുന്ന ഒരു എനർജീസൊക്കെയാണ്. അതിൽ ഭയങ്കര സ്റ്റബോൺ ആയിട്ടുള്ള ഒരു എനർജിയാണിത് നമുക്കിവിടെ ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഈ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ റിലേഷനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. തേർഡ് പേഴ്സൺ, ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ റിലേഷനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും ഒരു തോട്ട്സ് ഉണ്ടായിരുന്നു നേരത്തെ മുതലേ, ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഭാവിയില്ല, മുന്നോട്ട് പോയാലും ഇതിനൊരു ഭാവിയില്ല എന്നുള്ളൊരു തോട്ട്സ് ആൾക്ക് ഉണ്ടാവാം. അയാൾക്ക് ഓപ്ഷൻസും ഉണ്ടാവാം. അപ്പം ആ ഒരു ഓപ്ഷൻസിൽ എന്തായാലും ഇപ്പം ന്യൂ വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് റൂഡായിട്ട് നിൽക്കുന്നുള്ളത്, ഒരു ഓൺ ആൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നുള്ളത്. എപ്പോഴും ചിലർക്കൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒരു നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയിൽ നിൽക്കുന്നുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇയാളുടെ ലൈഫിൽ പുതിയൊരു മെയിലാണെങ്കിലും ഫീമെയിലാണ്, ഡസൻറ്റ് മാറ്റർ, ജനറലൈസ് റീഡിംഗ് ആണ്. സോ എനർജീസ് മാത്രമേ നമ്മൾ പറയുന്നുണ്ടാവുള്ളൂ. അപ്പം പുതിയൊരു വ്യക്തി ഇവരുടെ ലൈഫിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തി എൻറ്റർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മെയിനായിട്ടും നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് ഇവിടെ ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആവാം, നിങ്ങളുടെ പ്രേയേഴ്സ് ആവാം. ആ ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻസോ കോണ്ടാക്റ്റോ ഒക്കെ കിട്ടുന്നുള്ളത്, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നുള്ളത്. അതർവൈസ് അത് നിങ്ങൾക്കുണ്ടാവില്ല. ഈ ഒരു കണക്ഷൻ ടോട്ടലി എൻഡായി പോകുന്നുണ്ടാകും. കാരണം ഇവരുടെ മൈൻഡിൽ ഓൾറെഡി ഈ ഒരു റിലേഷൻ എൻഡായി എന്നുള്ളൊരു മട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പാസ്റ്റ് എന്നുള്ളൊരു രീതിയിലേക്ക് വിട്ടിട്ട് മുന്നോട്ടേക്ക് മൂവ് ചെയ്യണം എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, ടു ബി ഹോണസ്റ്റ്, നോണ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് ഈ ഒരു കാര്യം പറയുന്നുള്ളത്. ഇത് ആർക്കാണ് ഈ ഒരു എനർജി റെസനേറ്റ് ആവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആർക്കാണെങ്കിലും ഇത് നിങ്ങളെ ഈ ഒരു എനർജിയെ നിങ്ങളുടെ എനർജി ആയിട്ട് വിശ്വസിക്കുന്നു എങ്കിലും മസ്റ്റായിട്ടും ഇതിനെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇത് ക്ലിയർ ആണോ എന്നുള്ള രീതിക്ക് അറിയാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ട്, ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റിലേഷനിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ നിങ്ങളുടെ ടൈമും എനർജിയും കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് വലിയൊരു റെഡ് ഫ്ലാഗാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ കാർഡ്സിൽ. കാരണം ആൾക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷൻസും ഫീലിങ്സും ഒന്നും തന്നെ ഇല്ല ഈ ഒരു കാർഡ്സ് കാണുമ്പോഴേക്കും. വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു കാര്യം ഓക്കെ എന്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഞാൻ ഈ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്യും. ഈ റിലേഷൻ പാസ്റ്റ് ആണ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഓക്കെ, ഒരു മിനിറ്റ്.
പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ളൊരു എനർജിയിൽ റിലേഷൻ ബാക്കിലേക്ക് വെച്ചിട്ട് മുന്നോട്ടേക്ക് ഫോർവേഡ് ചെയ്യാനാണ്, അങ്ങനത്തെ ഒരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. അതല്ലാതെ നിങ്ങളുമായിട്ട് ഈ ഒരു കണക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഇതിലൊരു ബാലൻസ് ചെയ്യണമെന്നോ ഒന്നും തന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ്. യൂണിവേഴ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണത്. ഞാനത് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടന്നില്ല, ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിന് മെയിൻ റീസൺ അത് ഗോഡ്സ് പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ ഒരു കാര്യം നടക്കുവാണെങ്കിൽ നല്ല കാര്യമാണത്, നടന്നില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് നമ്മൾ വിശ്വസിക്കുക. കാരണം എന്താ, ദൈവം നമ്മൾ അത്രയും പ്രൊട്ടക്റ്റ്, ദൈവം നമ്മൾ കാണാത്ത പല കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിൽ കരയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നമ്മൾ വരുന്നുള്ളത്. ഓക്കെ, ഒരു കാർഡ് താഴേക്ക് പോയിട്ടുണ്ട്, ഞാൻ എടുത്തില്ല, ഒത്തിരി താഴേക്കാണ് പോയിട്ടുള്ളത്. സപ്രഷൻ. ഈ ഒരു കണക്ഷൻ ഒത്തിരി അധികം മോശപ്പെട്ടിട്ടുള്ള ഫേസിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ ഗ്രോ ചെയ്യാനായിട്ടും കുറേ അധികം പാടുപെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു കണക്ഷനെ ഫിനിഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒത്തിരി അധികം ട്രൈ ചെയ്തിട്ടുണ്ട്, ഒത്തിരി അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിലും പുള്ളിയുടെ ഇമോഷൻസിനെ ഏറെക്കുറെ നമ്മൾ പറയത്തില്ലേ, നമുക്കൊരു ചില ഇമോഷൻസൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ ഒരു ഇമോഷൻസ് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഞാനത് കൊടുത്തിട്ടും എന്താ പറയുക, അല്ലെങ്കിൽ എനിക്ക് അത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മളൊരു പക്ഷെ നമ്മുടെ വാശിയായിരിക്കാം, നമ്മുടെ ഈഗോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മളതിനെ അനുവദിക്കാതിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു എനർജീസാണ് പുള്ളിയുടെ ആയിട്ടുള്ള ഒരു ഓക്കെ. ആൾക്കൊരു ഫീലിംഗ് ഉണ്ട്, നിങ്ങളിലാണ് ആൾക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്, ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആൾക്ക് നിങ്ങളിലാണ്. നിങ്ങളൊരു പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നുള്ളത്. നിങ്ങൾ വളരെ ലവിങ് ആണ്, കെയറിങ് ആണ്, നല്ലൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നുള്ളത് നിങ്ങളെ. ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ്. കാരണം ഐ ഡോണ്ട് നോ വൈ, പക്ഷേ ഈ ഒരു വ്യക്തി ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഇയാളുടെ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്തെങ്കിലും മനുഷ്യരല്ലേ, ചെറിയ എത്രയൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഉപേക്ഷിച്ച് കളയാൻ വേണ്ടി തയ്യാറാവാറുണ്ട് പ്രാക്ടിക്കലായിട്ട് ആക്ഷൻസ് എടുത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിക്ക്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റ് ലൈഫ് ആയിരിക്കാം. ചേഞ്ച്, ബോട്ടം ഓഫ് ദി ഡെക്ക്, ട്രൈഗ്നോസിൻ്റെ എനർജീസാണ് കേട്ടോ. അപ്പം ഈ ഒരു കാർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പറയത്തില്ലേ, എല്ലാം പ്രീ പ്ലാൻഡ് ആണ്, ഡെസ്റ്റൈൻഡ് ആണ്, ഡെസ്റ്റിനി പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫേവറിൽ ഒരു ബന്ധങ്ങളെയും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിനെയും കൊണ്ടുവരാൻ പറ്റില്ല, എൻ്റെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ അപ്പം ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള ചില കാര്യങ്ങളെ എന്തൊക്കെ നമ്മൾ മസിൽ പിടിച്ചാലോ നടന്നേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ വ്യക്തിഗത ഒരു പക്ഷെ മനസ്സിലാക്കുന്നില്ലെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക. എന്താണോ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു പക്ഷെ നല്ല കാര്യങ്ങളാവും, ഒരു പക്ഷെ ചീത്ത കാര്യങ്ങളാവും, എല്ലാം ഡിവൈനായിട്ട് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് യൂണിവേഴ്സ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുക നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക്. പിന്നെ ചിലർക്കൊക്കെ ഇതൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ആയിരിക്കാം. നിങ്ങൾക്ക് വളരെ മോശപ്പെട്ടിട്ടുള്ളൊരു സമയമായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആവാം. പിന്നെ ഇപ്പം 12 പോർട്ടലല്ലേ ഇന്ന്, അപ്പം അതിൻ്റെ എനർജീസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ 12 പോർട്ടലൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഡൗൺ ആകും. ചിലരൊക്കെ നല്ല പോസിറ്റീവ് വൈബിലിരിക്കും, പെട്ടെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ സ്റ്റക്ക് ആവാനൊക്കെ ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു എനർജീസൊക്കെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അപ്പം നിങ്ങൾക്കൊരിക്കലും ഈ റിലേഷൻ കട്ട് ഓഫ് ചെയ്ത് നിങ്ങളുടെ കർമ്മ ബാഗേജസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കർമ്മ ക്ലിയർ ചെയ്യാനുള്ള ഒരു എനർജീനെ നിങ്ങൾക്ക് അതിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ,
സോ അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരാൻ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ക്ഷമ ആവശ്യമാണ്. ഇപ്പോൾ ഇതിൽ റൈറ്റ്നെസ്സിൻ്റെ എനർജീസാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കാർഡ് പറയുന്നത് എന്താണ്, ഇപ്പം ഒരു ഫ്രൂട്ട്, ഒരു മരത്തിലൊരു ഫ്രൂട്ട് ഉണ്ടാകുന്നു, അത് പഴുത്ത് ഞെട്ടറ്റ് വീഴാൻ വേണ്ടിയിട്ടൊരു സമയമുണ്ട്. അപ്പം ആ ഒരു സമയത്തായിരിക്കും അത് നാച്ചുറലായിട്ടത് സംഭവിക്കുന്നുള്ളത്, ഞെട്ടറ്റ് വീഴുന്നുള്ളത് പഴുത്തതിന് ശേഷം. അതിനു മുമ്പ് ഒരിക്കലും നമ്മൾ അവിടെ താഴെ നിന്ന് ആഗ്രഹിക്കുകയാണല്ലേ ആ പഴം ഇന്നുണ്ടായി, ഇന്ന് തന്നെ അത് വളർന്ന് വലുതായി, അത് പഴുത്ത് താഴേക്ക് വീഴണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പം ഓരോരോ ജീവജാലങ്ങളും ഭൂമിയിലുള്ളത് അത് അതിൻ്റേതായിട്ടുള്ള കർത്തവ്യങ്ങൾ അതിൻ്റെ നമ്മുടെ ഭൂമിയുടെ ബാലൻസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ അത് യൂണിവേഴ്സിൻ്റെ കൺട്രോളിലാണുള്ളത്. അത് ആഗ്രഹിക്കുന്ന രീതിക്കല്ല ഒരു കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പം ആ മരം തിങ്ക് ചെയ്താൽ പോലും അതിന് ആഗ്രഹിക്കുന്ന രീതിക്ക് അതിൻ്റെ ഫേവറിൽ ഒരു കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവില്ല. ഞാൻ ഇതിന് പറഞ്ഞു വരുന്ന സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അതിനെ അങ്ങനെ തന്നെ വിട്ടേക്കുക. ആ ഒരു സിറ്റുവേഷൻസിനെ അങ്ങനെ തന്നെ വിടുക. അതിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അത് ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള രീതിക്ക് നിങ്ങൾ വാശിയിൽ നിൽക്കാതിരിക്കുക. കാരണം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ആൻഡ് എവറിത്തിങ് ഹോൾഡ് എ റീസൺ എന്നല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം നടന്നാലും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഇപ്പം എന്ത് കാര്യം നടക്കാനിരിക്കുന്നല്ല, നടന്നത് എന്താണെങ്കിലും അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഇപ്പം നടന്നു പോയതാണെങ്കിലും അതിൻ്റെ പിന്നിലും ഒരു കാര്യമുണ്ട്. അതൊരു റീസണെ ഹോൾഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നുള്ളത്. സോ അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക, ഇന്നർ വർക്ക്സ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കര റിലീഫ് കിട്ടും കേട്ടോ. നല്ല ഡൗൺ ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നാഡീശുദ്ധിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും. സ്ട്രെസ്സൊക്കെ പോവും. നിങ്ങളുടെ നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടും ഫസ്റ്റിലെ തന്നെ. ഓക്കെ, ഇന്നോവോക്സ് ഒക്കെ 21 days ഒക്കെ നിങ്ങൾ ഈ നാഡീശുദ്ധി കണ്ടിന്യൂസ് നിങ്ങളുടെ ലൈഫിലൊരു ഡെയിലി റുട്ടീൻസ് ആയിട്ട് നിങ്ങൾ നാഡീശുദ്ധിയൊക്കെ കൂട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഭയങ്കര നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റി വരും. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാലും പോസിറ്റീവ് ചിന്തിച്ചാലും മാനിഫെസ്റ്റ് ആവും. കാരണം പുതിയ പോർട്ടൽ ഓപ്പൺ ചെയ്തേക്കാണ് ഈ ഒരു ടൈമിൽ. ഒരു മിനിറ്റ്, പുതിയ പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അപ്പം അതുകൊണ്ട് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു ഹൈ എനർജിയാണ്. അപ്പം ജസ്റ്റ് റീസെൻ്റായിട്ട് ഇപ്പം ട്രാൻസ്ഫോർമേഷൻസും അസംഷൻസും കോസ്മിക് എനർജി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെ. കൂടുതലായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്കായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് ഇപ്പം ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് വരികയാണ്, ഡൗൺ ആവുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക. അത് ഈ ഒരു പോർട്ടലിൻ്റെ എനർജീസാണ് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ചിന്തിക്കുക കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.